കോതമംഗലത്ത് കാട്ടാനയാക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ടതിന്റെ പേരിൽ പ്രതിഷേധത്തിനിറങ്ങിയ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നാടകീയ രംഗങ്ങളായിരുന്നു അരങ്ങേറിയത്. മാത്യു കുഴനാടൻ MLAയും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും രാത്രിക്ക് രാത്രി ഞൊടിയിടയിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സമരപന്തലിലുണ്ടായിരുന്ന മുഹമ്മദ് ഷിയാസ് സമീപത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയത്. ബലം പ്രയോഗിച്ച് മിന്നൽ വേഗത്തിൽ ഷിയാസിനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. പ്രവർത്തകർ പ്രതിഷേധിച്ചതോടെ പോലീസ് ലാത്തി വീശി. പ്രവർത്തകർ പോലീസ് വാഹനം തടഞ്ഞു. പ്രതിഷേധത്തിൽ പങ്കെടുത്ത 14 കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം അറസ്റ്റിലായി. തുടർന്ന് സമരപന്തലിലുണ്ടായിരുന്ന മാത്യു കുഴനാടനെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മണിക്കൂറുകളോളം പോലീസ് നടപടിയിൽ ആർക്കും വ്യക്തതയില്ലായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ട ശേഷമാണ് സമരപന്തലിൽ നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറമുള്ള കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റിലായവർ ഉണ്ടെന്ന വിവരം പോലും അറിയുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം നിൽക്കുക, ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക, മൃതദേഹത്തോട് അനാദരവ് കാണിക്കുക എന്നീ ഗുരുതര വകുപ്പുകളാണ് FIRൽ ചേർത്തിരുന്നത്. ഇതിനൊപ്പം പൊതുമുതൽ നശിപ്പിച്ചതിന് PDPP ആക്ടും ചുമത്തി. അന്യായമായി സംഘം ചേരുക, കലാപത്തിന് ശ്രമിക്കുക തുടങ്ങിയ വകുപ്പുകളും ചുമത്തി. 4 മണിക്കൂറുകൾക്ക് ശേഷം നേതാക്കളെ കോതമംഗലം മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കുകയും അരമണിക്കൂറിലേറെ നീണ്ട വാദങ്ങൾക്കൊടുവിൽ ഇടക്കാല ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്.